നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റിന് സാധ്യതയുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പിൻവാങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യ സംഭവമായിരിക്കും. ബൈഡൻ അല്ലെങ്കിൽ ആര് എന്ന ചോദ്യമാണ് പിന്നെ ഉയരുന്നത്. സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ള കമലാ ഹാരിസ് അത്ര പോരെന്ന അഭിപ്രായം ഡെമോക്രാറ്റുകൾക്ക് തന്നെയുണ്ട്. മിഷേൽ ഒബാമയോ ഗാവിൻ ന്യൂസമോ? ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി പിൻവാങ്ങിയാൽ അത് ട്രംപിന് ലോട്ടറിയാകുമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. വരുമോ കമലകാലം? ഇന്നത്തെ എന്റെ അതിഥികൾ: മുൻ അംബാസിഡറും ഒ.പി. ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്ലോമാറ്റിക് പ്രാക്ടീസ് പ്രൊഫസറുമായ വേണു രാജാമണി, സ്റ്റേറ്റൻ ഐലൻഡ് യങ് റിപ്പബ്ലിക്കൻസിന്റെ ട്രഷററും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരിയുമായ ഷോൺ എബ്രഹാം, ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും ഹോവാർഡ് കൗണ്ടി ഏഷ്യൻ അമേരിക്കൻ പോളിസി കമ്മീഷണറും കമ്മ്യൂണിറ്റി ആക്ഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാനുമായ സഞ്ജയ് ജോർജ്, ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും എഴുത്തുകാരനുമായ എ.സി. ജോർജ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ വേണു രാജാമണിയിലേക്കാണ്. ശ്രീ വേണു രാജാമണി, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു ട്വിസ്റ്റ്, ആ ട്വിസ്റ്റിൽ ബൈഡൻ പിൻവാങ്ങുകയാണെങ്കിൽ ആരായിരിക്കും എന്ന ചർച്ച പുരോഗമിക്കുകയാണ്. അങ്ങെന്താണ് ചിന്തിക്കുന്നത്? അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊരു സ്ഥാനാർത്ഥിക്കായിരിക്കും സാധ്യത കൂടുതൽ? അമേരിക്കൻ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് നടന്ന ട്രംപിന്റെയും ബൈഡന്റെയും ഇടയിലുണ്ടായ ആ ഒരു ഡിബേറ്റിൽ ബൈഡന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അത് കാരണം ഇന്ന് അമേരിക്കയിലെ രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ബൈഡൻ മാറി കമലാ ഹാരിസിന് വഴിയൊരുക്കണമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് ബൈഡൻ തന്നെയാണ്. ഇതുവരെ അദ്ദേഹം പിന്മാറും എന്ന് പറഞ്ഞിട്ടില്ല. കമലാ ഹാരിസും ഇതുവരെ ബൈഡനോടൊപ്പമാണ്, മറ്റൊരു കാൻഡിഡേറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ പൊതുവെ ഉള്ള ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയം നേരിട്ടിരിക്കുന്ന വലിയൊരു ക്രൈസിസ്. അമേരിക്കൻ വോട്ടേഴ്സ് എല്ലാം വളരെ ഡിസല്യൂഷൻഡ് ആണ്. അവര് ഒരു വളരെ മോശമായ 2 ചോയ്സസ് ഇലക്ഷനുണ്ട് എന്ന അഭിപ്രായത്തിലോടുകൂടി ഇലക്ഷനിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ്. അത് മാറണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാൻഡിഡേറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. ഈ അടുത്ത കാലത്ത് CNN നടത്തിയ ഒരു പോളിൽ ഏറ്റവും ശതമാനം ആൾക്കാർ പിന്തുണച്ചത് കമലാ ഹാരിസിനെയാണ്. അതിനെ തുടർന്ന് അമേരിക്കയിലെ ഒരു ഭൂരിഭാഗം അഭിപ്രായം കമലാ ഹാരിസിന് മുന്നോട്ട് വരണം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകണം എന്നതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ബൈഡൻ പിന്മാറണം. അതുകൊണ്ട് അടുത്ത 4-5 ദിവസത്തിൽ പ്രസിഡന്റ് ബൈഡൻ എന്ത് ചെയ്യും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ബൈഡൻ പിന്മാറും എന്നുള്ളത് അനൗൺസ് ചെയ്താൽ ഉടനെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി കമലാ ഹാരിസിന് ചുറ്റും യുണൈറ്റ് ചെയ്യുകയും അവരെ അവരുടെ അടുത്ത ഇലക്ഷനിലേക്കുള്ള കാൻഡിഡേറ്റായി പ്രഖ്യാപിക്കും എന്നതാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു ശ്രീ വേണു രാജാമണി. ശ്രീ എ.സി. ജോർജ്, ഇപ്പോൾ ശ്രീ വേണു രാജാമണി പറഞ്ഞ് നിർത്തിയെടുത്തത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, പക്ഷേ ഈ ഒരു ടേൺ വരണമെങ്കിൽ ബൈഡൻ പിൻവാങ്ങണം. ബൈഡൻ പിൻവാങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താണ് അങ്ങ് കരുതുന്നത്? ഞാൻ കരുതുന്നത് ഈ കഴിഞ്ഞ ഡിബേറ്റിന് ശേഷമാണ് ഇതിനെപ്പറ്റിയുള്ള ചർച്ച, ബൈഡൻ പിൻവാങ്ങണോ വേണ്ടയോ എന്നുള്ള ചർച്ച കൂടുതലായിട്ട് ഉപരിതലത്തിൽ പൊങ്ങി വന്നത്. അതിപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും അതേമാതിരി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും അനേകം സെനറ്റർമാരും കോൺഗ്രസ്മാന്മാരും പറഞ്ഞു കഴിഞ്ഞു ബൈഡന് പ്രായാധിക്യമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അമേരിക്കൻ ജനങ്ങളെ പ്രതി പിന്മാറണം എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അപ്പോ ഇത് തീർച്ചയായിട്ടും ഈ ലോക നേതാവ് തന്നെയാണ്. ലോകത്തിലെ പല കാര്യങ്ങളും ഏതാണ്ട് നിയന്ത്രിക്കുന്നതാണ്. അവസാന വാക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ. ആ നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങേയറ്റം
പ്രാപ്തനായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പിൻവാങ്ങണം അദ്ദേഹം എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ഒരു അഭിപ്രായം. പിന്നീട് അടുത്ത ഓഗസ്റ്റ് മാസത്തിലാണ് ചിക്കാഗോയിൽ വെച്ച് ഡെമോക്രാറ്റിക് കൺവെൻഷൻ വരുന്നത്. ഒരുപക്ഷെ ആ കൺവെൻഷൻ വേദിയിൽ വെച്ച് ജോ ബൈഡൻ പിന്മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്മാറുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അദ്ദേഹം ഒത്തിരി പണം ഇതിനായിട്ട് ഈ പാർട്ടി ഫണ്ടിലേക്ക് പ്രസിഡൻഷ്യൽ പ്രചാരണത്തിന് സമ്പാദിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് ഫണ്ട് ആവശ്യമുണ്ട്. അത് എങ്ങനെ റിലീസ് ചെയ്യും ബൈഡൻ എന്നതിനെ കുറിച്ചും ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആൾട്ടർനേറ്റീവ് വരികയാണെങ്കിൽ, ആൾട്ടർനേറ്റീവ് ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റൂ. ആ രീതിയിൽ ആണ് എൻ്റെ ചിന്ത പോകുന്നത്. ഓക്കെ, ശ്രീ ഷോൺ എബ്രഹാം, ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയിൽ എങ്ങനെ ചിന്തിക്കുന്നു? ഷിക്കാഗോയിലെ ഡെമോക്രാറ്റ് കൺവെൻഷനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമോ? We could see that. There is a very good chance of this. The Democrat Party is trying to find a candidate that has good poll ratings, good acceptance amongst the American people, and they're struggling. Poll numbers aren't going in their favor. They're looking for candidates that aren't in the predominant sphere of politics. We see Michelle Obama, who is a considerate name in the polling. But what you're seeing here is the media has basically given up on the idea of Joe Biden being president. We've seen time and time again of the media bringing up Joe Biden as a potential candidate to be president again, but now the media has given up. We've seen it as a form of elder abuse. What is happening? The Democrat Party putting up a candidate that simply doesn't have the current mental aptitude to work in a debate. I mean, we saw how poor his performance was during the debate. So there is a great chance that we'll see some turmoil during the convention. And what we have seen throughout all of this is the Republican Party has stood firm with our candidate Trump. You haven't seen anyone turning around. Even Trump has said, we shouldn't replace the candidate. We should keep Biden and let him be, because I think the saying goes, the devil you know is better than the devil you don't know. And what they're doing now is just a form of elder abuse, and they should think about either A, helping him out, Biden, by putting someone else in, or B, just consider this as a flop. I mean, we have members of Congress who are stressing out over Biden being a candidate. We have a candidate in Minnesota who's running. He's in a competitive seat. He's struggling, and he's saying, hey, Biden needs to step down. And he's actually one of Biden's staunchest ally. His name is Andy Craig from Minnesota. So the time is now for the party to look at itself and say, hey, we need a new candidate, or bite the bullet on this and wait 4 years. Okay, thank you, Sean. Sanjay, I'm repeating Dr. Venu Rajamani's statement that American voters are disillusioned. What's your opinion on that? Plus, do you think that Biden is skillful enough to be the president of America? Look, I think American voters are definitely disillusioned, right? Who would think that Sean's point, I think it's very funny that he mentions, elder abuse, all these things, mental capacity, and they're standing behind his candidate. It's really funny to me. Democratic Party, we're not a cult, right? And I think Donald Trump is a felon. He's a rapist. He's a molester. All these things are very well documented. And I think for me, I wouldn't be looking at a candidate like that and staying behind them, I think we can definitely look at Joe and say, hey, for 84, right? You're not a young spring chicken. But I think you think about that debate, right? Here, people are saying all sorts of things about Joe. Maybe the delivery was poor. We can talk about that all day. But the reality is, Joe stayed on the question and had answers to policy. Donald Trump could not answer a single question at the debate. You look at it, right? It's all funny to laugh and make jokes, and it's all a game, right? When they're talking about their golf swing. But this is America that we're talking about. I lived in D.C. on January 6th. I got to see with my own eyes the things that these felons did walking through my beautiful city. And it's frightening, right? I think American voters are definitely disillusioned that the choice is between fascism on a level that we've never seen and somebody that we feel may not be as strong of a figurehead as we'd like to see, right? So I think about what's happening. How do we win? I think
Joe, as we see him right now, there's definitely very real questions about, is he going to be able to win? Right? I think we're in a spot right now where the party needs to look at itself, have a little bit of a come to Jesus moment, and say, you know what? Since 2016, has the party been pushing candidates, or has it been listening to people? Right? You see what happened to Bernie twice. Right? You see what happened with Joe this last time. You see what's happening maybe if they're going to push a candidate through a process at the convention that maybe people haven't voted on. Right? So I think if we're going to do that, you know, there's honest conversations that we got to have about what's going to happen with that campaign account. Kamala Harris is the vice president. I'm supporting Joe right now. He says that he can do the job. My heart's with him. We're going to have to wait and see if that changes. But I'm a party guy, right? Unlike the Republican Party, where it's, you know, we're going to denigrate immigrants, we're going to do terrible things, and, you know, you can put a clown in the White House, right? Joe Biden, for all you can say about him, he's a good American. He's not bought and sold by Russia. He's an American. He cares about this country. And even if he's not going to be there 100% of the time, I have a complete confidence in his cabinet and the individuals around him to make responsible decisions, right? It's not his brother-in-law. You know, people are going to mention Hunter all they want. He's not in the White House making decisions. It's highly qualified people from every sector of our country that are leading the Biden White House. Can't say the same about the Trump White House. That would be a complete disaster for America and the world. ഓക്കെ, താങ്ക് യു. ഡോക്ടർ വേണു രാജാമണി, നമ്മളൊരു വൈൽഡ് ഗസിലേക്ക് പോകുന്നു. അതായത് കമലാ ഹാരിസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേച്ചറിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ കമലാ ഹാരിസിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ രീതിയിൽ ഉള്ള ഒരു കരുത്തേറിയ വനിതയാണ് അവർ? ട്രംപിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുമോ? അങ്ങനെ കമലാ ഹാരിസ് ജയിക്കുകയാണെങ്കിൽ അതും ഒരു വൈൽഡ് ഗസാണ്. ഇന്ത്യക്ക് എന്തായിരിക്കും അതിൽ നിന്നുള്ള നേട്ടം? കമലാ ഹാരിസിന് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് ബൈഡനെ കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്ന അദ്ദേഹത്തിന്റെ വയസ്സാണ്. അദ്ദേഹം ഓൾഡസ്റ്റ് എവർ US പ്രസിഡന്റ് ആണ്. ഈ വയസ്സിൽ മത്സരിക്കരുത്. അദ്ദേഹത്തിന്റെ കോഗ്നിഷനും അദ്ദേഹത്തിന്റെ സംസാരിക്കാനുള്ള കഴിവെല്ലാം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാളെ അമേരിക്കയുടെ ഭാവി ഏൽപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഭാവി ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഭൂരിപക്ഷ അഭിപ്രായം. അപ്പൊ അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ കമലാ ഹാരിസിന് 59 വയസ്സേ ആയുള്ളൂ. വളരെ യങ് ആണ്. രണ്ടാമത് വനിതയാണ്. ജയിച്ചാൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആകും അമേരിക്കയുടെ. നേരത്തെ ഹിലറി ക്ലിന്റൺ ട്രൈ ചെയ്തു, സക്സീഡ് ചെയ്തില്ല. അപ്പോൾ വനിതാ വോട്ടേഴ്സ് അവരെ ശക്തമായി പിന്തുണയ്ക്കും എന്നുള്ളതാണ് വിശ്വാസം. മൂന്നാമത് അവര് ആഫ്രിക്കൻ ഒറിജിനും ഏഷ്യൻ ഒറിജിനും രണ്ടുമാണ്. അവരുടെ അമ്മ ഇന്ത്യയിൽ നിന്നായിരുന്നു, അച്ഛൻ കരീബിയനിൽ നിന്നായിരുന്നു. അപ്പോൾ അവരൊരു ആഫ്രിക്കൻ കാൻഡിഡേറ്റ് ആയിട്ട്, ആഫ്രിക്കൻ അമേരിക്കൻ കാൻഡിഡേറ്റ് ഒബാമ എന്നതുപോലെ അവർക്കും ബ്ലാക്ക് അമേരിക്കൻ വോട്ടേഴ്സിന്റെ പിന്തുണയുണ്ടാകും, പ്രത്യേകിച്ചും വനിതകളുടെ പിന്തുണയുണ്ടാകും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. ഇതിനെല്ലാം ഉപരി അവര് ഒരു പ്രോസിക്യൂട്ടറായിട്ട് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അപ്പുറത്ത് നിൽക്കുന്ന ട്രംപ് ഒരു കൺവിക്റ്റഡ് ഫെലനാണ്, ഒരു കുറ്റം ചെയ്ത് കോടതി ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ എതിരാളിയെ വെല്ലുവിളിക്കുവാനും അദ്ദേഹത്തെ തോൽപ്പിക്കുവാനും എല്ലാം കമലാ ഹാരിസിന്റെ ആ പ്രോസിക്യൂട്ടോറിയൽ ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസും സഹായിക്കും എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. ഫൈനലി റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ഈ ഇലക്ഷനിൽ വലിയ വിഷയമാണ്. വനിതകൾക്ക് അബോർഷന് വേണ്ടിയുള്ള അധികാരം ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ളത്. ഇതിൽ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും പൊതുവെ വളരെ റൈറ്റ് വിങ് ആണ്. അവരെ അബോർഷന് എതിരാണ്. സുപ്രീം കോടതി എന്നെ റോ വേഴ്സസ് വെയ്ഡ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക് റൂളിംഗ് മാറ്റിവെച്ചു. അപ്പോൾ ഇന്ന് ഈ അബോർഷന്റെ ഇഷ്യൂവിൽ അമേരിക്ക ഒട്ടാകെ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ നിയമങ്ങളാണ്. ഒരു അബോർഷൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഇതിനെല്ലാം എതിരെ വളരെ ശക്തമായ ഒരു പൊസിഷൻ എടുക്കുകയും വനിതകളുടെ അവകാശമാണ്, അവർക്ക് അവരുടെ ശരീരത്തിന്റെ മുകളിൽ പരിപൂർണ അവകാശമുണ്ട്, അവർക്ക് ആ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് അവരുടെ അധികാരങ്ങളുടെ ഭാഗമാണ്, അവരുടെ റൈറ്റ്സിന്റെ ഭാഗമാണ് എന്നെല്ലാം ശക്തമായ കമലാ ഹാരിസ് ഓൾറെഡി വാദിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഇലക്ഷൻ ക്യാമ്പയിന്റെ ഇടയിൽ വലിയ വിഷയമാകും. ഇത് അവർക്ക് വളരെ ശക്തമായി, വളരെ കൺവിൻസിംഗ് ആയി, പാഷനറ്റായി ആർഗ്യൂ ചെയ്യാൻ പറ്റും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ശ്രീ SC ജോർജ്, ഇപ്പോൾ ഡോക്ടർ വേണു രാജാമണി പറഞ്ഞത് കേട്ടല്ലോ. കമലാ ഹാരിസ് ഒരു പ്രസിഡന്റൽ കാൻഡിഡേച്ചറിലേക്ക് വരികയാണെങ്കിൽ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. മാത്രവുമല്ല, ഈ വനിതകളുടെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ
ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, വളരെ സ്ട്രോങ് ആയ കാൻഡിഡേറ്റ് ആയിരിക്കുമെന്ന് പറയുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി നമ്മൾ ഈ ഏജ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ വെറും 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ട് കാൻഡിഡേറ്റ്സും തമ്മിൽ. അപ്പോൾ ഈ ഏജ് ഒരു ഫാക്ടർ ആകുമോ ഈ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ? ഇപ്പോൾ ഇതിലാരെങ്കിലും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത 4 വർഷം ഏജ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാവിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാകുമോ? ഏജ് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ്. പക്ഷെ ഇക്കാര്യത്തിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നെനിക്ക് അഭിപ്രായമില്ല. കഴിഞ്ഞ ഡിബേറ്റിൽ മാത്രമല്ല പല സന്ദർഭങ്ങളിലും ജോ ബൈഡൻ തെറ്റായിട്ട് ഉള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്. ഈ അമേരിക്കയിൽ ധാരാളം സയന്റിസ്റ്റ്, രാജ്യതന്ത്രജ്ഞന്മാര്, രാഷ്ട്രീയക്കാരല്ല ഈ അമേരിക്കയിൽ. ഈ രണ്ട് പ്രായാധിക്യമുള്ള ന്യൂനതകളുള്ള വ്യക്തികൾ മാത്രമുള്ളോ? അത് ഞാൻ സംശയിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു വേറെ ഒരു ഓൾട്ടർനേറ്റീവ് അമേരിക്ക കണ്ടെത്തണം തീർച്ചയായിട്ടും. പിന്നീട് ഇവിടെ കമല ഹാരിസ് പറ്റി പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു സംശയമുണ്ട്. അതിപ്പോ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും വനിതാ പ്രാതിനിധ്യം, വനിതകൾ മുന്നോട്ട് വരണം, ഇതെല്ലാം വളരെ ലിപ് സർവീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റിയൽ അമേരിക്കൻസ് അല്ലെങ്കിൽ റിയൽ ഇന്ത്യൻ എവിടെ വോട്ട് ചെയ്യുമ്പോൾ വനിതകളെ ബാക്കിലിരുത്തുകയാണ് സാധാരണഗതിയിൽ വരുന്നത്. ഹില്ലരി ക്ലിന്റൺ മത്സരിച്ചപ്പോഴും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഹില്ലരി ക്ലിന്റന് പോപ്പുലർ വോട്ടുണ്ടായിരുന്നു, ഡെലഗേറ്റ്സിന്റെ കുറവായിരുന്നു. ഓക്കെ, അത് നമുക്കറിയാം, ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കമല ഹാരിസ് മത്സരിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു നിരീക്ഷണം, തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആരായാലും, ഡൊണാൾഡ് ട്രംപ് ആയാലും പരാജയപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വീക്ഷണം. കമല ഹാരിസിന് പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ഷൻ്റെ പ്രചാരണ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് വശം എടുത്തായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടി കമല ഹാരിസിനെതിരായിട്ട് പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് കമല ഹാരിസ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകും, ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ നോമിനി ആകും, എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇവിടെയുള്ള, ഞാൻ ഇപ്പം ടെക്സസ് സ്റ്റേറ്റിലാണ്. ടെക്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ കൂടുതലായിട്ട് ഇവിടുത്തെ ഗവർണർ എല്ലാം റിപ്പബ്ലിക്കൻസ് ആണ്, ചിന്താഗതി ഒക്കെ റിപ്പബ്ലിക്കൻ ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനം, വലിയ സ്റ്റേറ്റ് ആണ്, രണ്ടാമത്തെ പോപ്പുലർ സ്റ്റേറ്റ് ആണ് ടെക്സസ്, കാലിഫോർണിയ കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ ടെക്സസിലെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ വിമൻസിനെ ആരെങ്കിലും ലേഡീസിനെ മുൻനിർത്തി മുന്നോട്ട് വരണം എന്ന് ഒരു പെട്ടെന്നൊരു മൺമാറ്റം, അതായത് ചിക്കാഗോയിൽ നടക്കാൻ പോകുന്ന ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ, ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന കൺവെൻഷനിൽ ഒരു മനംമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ലേഡി കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുക, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് എലക്ട് തന്നെ ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് മുൻ പരിചയമുള്ള സെനറ്റർ, ആ രീതിയിൽ പിന്നെ ക്ലിന്റന്റെ സഹധർമ്മിണിയായിട്ടുള്ള ഫസ്റ്റ് ലേഡി ഹില്ലരി ക്ലിന്റൺ ആയിരിക്കും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നീട് ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഈ കൂട്ടത്തിൽ തന്നെ ചോദ്യം, ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണെങ്കിലും, ട്രംപിനെ പറ്റിയല്ല, ജോ ബൈഡനെ പറ്റിയാണെങ്കിലും, രണ്ടുപേരും ഇത്തരുണത്തിൽ പ്രായാധിക്യമുള്ളയാളാണ്. രണ്ടുപേരിലും ധാരാളം ന്യൂനതകളുണ്ട്. അതുകൊണ്ട് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ്, അതേമാതിരി ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ഒരു രണ്ടാമത് ആൾക്കാർ വരണം, അതായത് അവരെ തെരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ടുപേരും ഇത്തരുണത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആയ വ്യക്തികൾ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, താങ്ക് യു. ശ്രീ ഷോൺ എബ്രഹാം, സഞ്ജയ് ജോർജ് പറഞ്ഞ ചില വാദങ്ങൾ കേട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും രണ്ട് പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന രണ്ട് യങ്സ്റ്റേഴ്സ് ആണ്. സോ ഈ സഞ്ജയ് പറഞ്ഞതിനോട് എന്തെങ്കിലും കാര്യങ്ങൾ കൗണ്ടർ ചെയ്യാനുണ്ടോ? മറ്റൊന്ന്, നമ്മൾ ഈ ഏജ് ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ
പലരും ഈവൻ നമ്മൾ പ്രായമുള്ളവരാണെങ്കിൽ പോലും അവർ പറയുന്നത് അമേരിക്കയുടെ ഒരു കഷ്ടകാല സമയമാണിത്. കാരണം ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള 2 കാൻഡിഡേറ്റ്സ്, വേറൊരു ചോയ്സും ഇല്ലാത്ത ഒരു അവസ്ഥ. സോ ബീയിങ് എ യങ്സ്റ്റർ, ആർ യു റിയലി ഹാപ്പി വിത്ത് ദീസ് കാൻഡിഡേറ്റ്സ്? And the answer should be no. I mean, quite frankly, just look at the panelists on today's discussion, how eloquent they all spoke. And I would have any of these guest panelists speak on the panel. I mean, speak as president and speak at a debate. I mean, Narendra Modi is 73 years old. Have you heard him speak? It's quite eloquent, even if we don't agree on his politics. With Joe Biden, we have their own party that's doing some soul searching as to whether he's a candidate or not. I mean, you heard Sanjay's speech. Did you hear anything about policy? No. He went straight to about his age, because this is the current topic. You don't hear anyone talking about Trump's age. You hear Democrat governors, Massachusetts governor saying he needs to resign. He needs to step down. Daniel Axelrod, who was Obama's special advisor, asking for Biden to step down. Major donors are asking for him to step down. I mean, we have all the main people in the party asking Biden to step aside. But you don't see it on the Republican side. And again, I asked, Sanjay had mentioned, these criminal issues, but after what we just saw about a week ago, they are reconsidering those cases and reopening them to consider whether he should be sentenced or not, because we're seeing a change in policy on whether those felonies still stand. I mean, just forget all of this aside. The Constitution doesn't prevent someone from running as president on those grounds. I mean, we should argue on policy, not simply based on made-up remarks, when even the president has said that he is innocent and he hasn't been sentenced at all. I mean, simply accusing someone of a crime doesn't make them a criminal. And I want to end off with this. We know that the Democrat Party is looking for a candidate. Right after the debate, before the debate, Biden was supposed to be the winner and had the right poll numbers to be president. He had over 50% approval rating. But after that debate, CNN had a flash poll and had shown Trump as the clear winner of the debate. Almost over 80% was favor towards Trump. I mean, you correct me if I'm wrong, even the panelists, no one understood what Biden said during the debate. It was all over the place. It was a mix and match. The responses weren't clear. We didn't get a single policy out of it, and the White House was doing damage cleaning. So to Sanjay, I would ask him, just talk to your Democrat friends. And, you don't need to convince me. Talk to your Democrat, governors and Congress people, because they've lost hope. So they don't believe in your own president. We do. Republican Party does. We're standing firm, and we're going to win it in November. Just watch. Bring anybody you want. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത്രയും വലിയൊരു യങ് പോപ്പുലേഷനുള്ള അമേരിക്ക പോലൊരു രാജ്യത്ത് പോളിസീസ് ഉണ്ടാക്കുന്നവർ, അവരുടെ ഏജ് ഒരു ഫാക്ടറാണ്. അത് തന്നെയാണ് പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതും. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. താങ്ക് യു വെരി മച്ച് ഡോക്ടർ വേണു രാജാമണി, ശ്രീ എ സി ജോർജ്, ശ്രീ ഷോൺ എബ്രഹാം ആൻഡ് ശ്രീ സഞ്ജയ് ജോർജ്. അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ഭരിക്കുന്നവരുടെ പ്രായം ഒരു പ്രശ്നമായി തന്നെ ഉയർത്തി കാണിക്കുന്നവരുണ്ട്. ഒരു യുവ സമൂഹത്തിന് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്നവർ, അവരുടെ പ്രായം എന്തായിരിക്കണം, അവരുടെ സാങ്കേതിക വിദ്യാ പരിജ്ഞാനം എന്തായിരിക്കണം, ലോകത്തെക്കുറിച്ചും പുതിയ തലമുറയെക്കുറിച്ചുമുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതൊക്കെ ചർച്ചയാവേണ്ട സമയമാണ്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.